നമ്മൾ 11 പേജിലായിട്ടാണ് ഇത് ചെയ്ത ഡെറിവേഷൻ. അപ്പൊ നമ്മൾ ഒന്ന് ഓടിച്ചു നോക്കുക ഫസ്റ്റ്. ഓക്കെ, ഫസ്റ്റ് മുതൽ ഒന്ന് ഓടിച്ചു നോക്കുക എന്തൊക്കെയാ ചെയ്യുന്നത്. ഒന്നാമത്തെ പേജ് നമ്മളെ ഇക്വേഷൻ എന്താ? വേവ് ഇക്വേഷൻ എന്താ? ഡോ സ്ക്വയർ യു ബൈ ഡോ ടി സ്ക്വയർ സി സ്ക്വയർ ഇൻടു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ. അതിലേക്ക് ബൗണ്ടറി കണ്ടീഷൻ ഉണ്ട്. യു ഓഫ് 0t ഈക്വൽ ടു 0, യു ഓഫ് lt ഈക്വൽ ടു 0. ആൻഡ് ഇനീഷ്യൽ കണ്ടീഷൻസ് രണ്ടെണ്ണം ഉണ്ട്. എന്തൊക്കെ? യു ഓഫ് x0 ഈക്വൽ ടു f of x. ദാറ്റ് ഈസ് ഇനീഷ്യൽ ഡിഫ്ലക്ഷൻ ഈസ് f of x. പരീക്ഷയ്ക്ക് പ്രോബ്ലം ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഇനീഷ്യൽ ഡിഫ്ലക്ഷൻ തരുള്ളൂ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം f of x ആണെന്ന്. ഇനീഷ്യൽ ഡിഫ്ലക്ഷൻ f of x. ആൻഡ് ഇതെന്താ? ഡോ യു ബൈ ഡോ ടി വെലോസിറ്റി അറ്റ് ടൈം 0. ഇനീഷ്യൽ വെലോസിറ്റി ഈസ് g of x. അങ്ങനെയാണെങ്കിൽ സൊല്യൂഷൻ ഉണ്ട്. അപ്പൊ നമുക്കറിയാം പ്രൊഡക്റ്റ് മെത്തേഡ് u ഈക്വൽ ടു fg. അടുത്ത പേജ് u ഈക്വൽ ടു fg. എന്നിട്ടോ നമ്മൾ എന്തെങ്കിലും ഡോ യു ബൈ ഡോ ടി കണ്ട് ഡോ സ്ക്വയർ ബൈ ഡോ ടി സ്ക്വയർ ഇതൊക്കെ കണ്ടാൽ അടുത്ത ഇക്വേഷനിൽ കൊടുത്ത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടി. ത്രൂ ഔട്ട് നമ്മൾ ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്ത്? ത്രൂ ഔട്ട് നമ്മൾ ഇയാളെ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ഇങ്ങനെ കിട്ടി. നമുക്കറിയാം ഇടത്തെ സൈഡും വലത്തെ സൈഡും രണ്ട് വ്യത്യസ്ത കോൺസ്റ്റന്റുകളാണ്. സോ ദേർ മസ്റ്റ് ബി ഈക്വൽ ടു കോൺസ്റ്റന്റ് k ആയിരിക്കണം. k ആവുന്നത് കൊണ്ട് രണ്ട് ഇക്വേഷൻ കിട്ടി. അപ്പോൾ ഇക്വേഷൻ നമ്പർ 5ഉം 6ഉം കിട്ടി. ഇനി നമ്മൾ 5നെ വിശദമായി സോൾവ് ചെയ്യാൻ ഫസ്റ്റ് വി സോൾവ് 5. 5നെ വിശദമായി കാര്യമായിട്ട് ഇവിടെ ചെയ്യാൻ അതാണ്. ഇക്വേഷൻ നമ്പർ 5നെ കിട്ടി. ഈ 5നെ എങ്ങനെ സോൾവ് ചെയ്യല്? 3 കേസാ. k0, k പോസിറ്റീവ്, k നെഗറ്റീവ്. അങ്ങനെയാണ് k0ന് നമുക്ക് f ഈക്വൽ ടു x പ്ലസ് b കിട്ടും. നമ്മൾ ഇനീഷ്യൽ കണ്ടീഷൻ ഒക്കെ അപ്ലൈ ചെയ്താൽ f ഐഡന്റിക്കലി 0 കിട്ടും. സോ u ഐഡന്റിക്കലി 0 ആവും. സോ നോ ഇൻട്രസ്റ്റ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കേസ് k എന്താണ്? രണ്ടാമത്തെ കേസിൽ k നമ്മൾ എടുത്തത് പോസിറ്റീവ്. k പോസിറ്റീവ് എടുത്തപ്പോഴും അതേമാതിരി തന്നെ നമുക്ക് ഇതൊക്കെ ചെയ്തപ്പോൾ നമുക്ക് കിട്ടി ഐഡന്റിക്കലി 0 കിട്ടി. k നെഗറ്റീവ് എടുക്കുമ്പോഴാണ് നമുക്ക് ഒരാളെ കിട്ടുന്നത്. k നെഗറ്റീവ് എടുക്കുമ്പോൾ ഇങ്ങനെ ഇക്വേഷൻ കിട്ടും. ഇതൊക്കെ ചെയ്തു വന്നാൽ ഇതാ ഇങ്ങനെ കിട്ടും. സോ f of x equal to a cos bx plus b sin bx കിട്ടും. അതിലും നമുക്ക് ഇതാ p equal to n pi by l അതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ sin n pi by l into x കിട്ടും. fn of x equal to this കിട്ടും. ഇക്വേഷൻ നമ്പർ 7 fn കിട്ടും. f ന്റെ സൊല്യൂഷൻ കിട്ടും. ഇനി അതേമാതിരി തന്നെ പിന്നെ നമുക്ക് ചെയ്യാനുള്ള ആറാമത്തെ ഇക്വേഷൻ നൗ കൺസിഡർ 6 ആക്കാം. നൗ കൺസിഡർ ഇക്വേഷൻ 6 കൺസിഡർ ചെയ്യുമ്പോൾ g double dot minus 6 square kg. ഇവിടെ നമുക്ക് രണ്ട് കേസ് നമ്മൾ നോക്കിയേ വേണ്ട. കാരണം k0യും k പോസിറ്റീവ്ലി f കിട്ടുന്നില്ലാത്തതുകൊണ്ട് പിന്നെ g കിട്ടിയിട്ട് കാര്യമില്ല. അപ്പൊ പിന്നെ നെഗറ്റീവ് എടുക്കണുള്ളൂ. k നെഗറ്റീവ് എടുത്താൽ ഇങ്ങനെ ചെയ്തു വരുമ്പോ k നെഗറ്റീവ്ലി ചെയ്തു വരുമ്പോ നമുക്ക് ദാ gn of t കിട്ടും. തൊട്ട് മുന്നത്തെ പേജിൽ ദാ gn of t നമുക്ക് കിട്ടും. gn of t നമുക്ക് അവിടെ കിട്ടി. gn of t equal to p cos lambda n t plus p x sin lambda t. ഇക്വേഷൻ നമ്പർ 8. അങ്ങനെയാണെങ്കിൽ un fn into gn ചെയ്താൽ un കിട്ടും. പക്ഷേ un എന്നാണ് ഒരുപാട് സൊല്യൂഷൻ ഇല്ല. ഫണ്ടമെന്റൽ തിയറം ഓഫ് സൂപ്പർപോസിഷൻ നമ്മുടെ കയ്യിൽ 10 സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അവരുടെ സം സൊല്യൂഷൻ ആണ്. നമുക്ക് കൂടി കൂട്ടുക. എന്താ സമ്മേഷൻ എന്നാൽ കൂടി കൂട്ടുക. അപ്പൊ ഈ 9 ആണ് നമ്മുടെ സൊല്യൂഷൻ. 9 വരെ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എസ്എന്റെ 6 മാർക്കിൽ 5 മാർക്കും കിട്ടും. പിന്നെ നിങ്ങൾ എന്തുകൂടി ചെയ്യണം? അപ്ലൈ ഇനീഷ്യൽ കണ്ടീഷൻ അപ്ലൈ ചെയ്താണ്ട് ഇതൊരു ഫൊറിയർ സീരീസിനാണ്. ഫൊറിയർ സീരീസിന്റെ കോഎഫിഷ്യന്റ് ആയ bn ഇങ്ങനെ കിട്ടും. അതേപോലെ തന്നെ bn സ്റ്റാർ ഇങ്ങനെ കിട്ടും കൂടി എഴുതിയാൽ bn ഉം bn സ്റ്റാറും കൂടി കിട്ടി ഇതിൽ അപ്ലൈ ചെയ്താൽ ഇക്വേഷൻ നമ്പർ 9 is the solution with 10 and 11. This is the solution of the equation. There.